ഞാൻ പറഞ്ഞു അവിടെ നമ്മളൊരു കിച്ചന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടു. അമ്മേ ഓ ഇത് ഹീറ്റ് ആയിട്ടുള്ള സ്റ്റീമാണ് കേട്ടോ. അതിങ്ങനെ എടുത്തോളൂ എന്റെ എടുത്തോളൂ. ആക്ച്വലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാരണം ഇങ്ങനത്തെ ഒരു പരിപാടി. ഒരു ക്ലാസി വൈബ്. ഇത് നമുക്ക് ഇതിൽ സിസ്റ്റം കണ്ടു നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒന്നാമത് ഡിസ്പാനിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അത് കൊള്ളാലോ. സേഫ് ആയിട്ട് നിന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇപ്പൊ ക്ലോസിംഗ് ആയാലും എല്ലാം സോഫ്റ്റ് ആണ്. കംപ്ലീറ്റ്ലി സ്റ്റീലാ വരുന്നത്. ആ 0 വുഡ് ആണ്, 0 പഫ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഹിഞ്ചസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡ് നമ്മളുടെ തന്നെ ഹിഞ്ചസ് ആണ്. ബെത്ലഹേമിന്റെ തന്നെ ഹിഞ്ചസ് ആണ് നമ്മൾ. Hi guys, welcome back to Poojaksha's YouTube channel. Basically നമ്മള് മലേഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ മലേഷ്യയിൽ പോയപ്പോൾ ഞാൻ അവിടെ കുറെ ഇപ്പൊ ഞാൻ വീട്ടിൽ സാധനങ്ങൾ വാങ്ങണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനത്തെ കുറെ പരിപാടി കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ എനിക്ക് ആക്ച്വലി അട്രാക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ വീട്ടിലുള്ള കബോർഡ്സ്, ടേബിള്, ഡെക്കോസ് ഐറ്റംസ് ഒക്കെ നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഓപ്ഷൻ നോക്കില്ല, കാരണം നല്ല ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവിടെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നല്ല ഓപ്ഷൻ ഉണ്ടോ, നല്ല എന്താ പറയാ നല്ല ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ നല്ല ഭംഗിയിലൊക്കെ എവിടെ കിട്ടാന്ന് ആലോചിച്ചപ്പോ bethliving.com എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ഷോറൂമിൽ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ടായി, നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, നമുക്ക് നല്ല കബോർഡ്സ്, ടേബിള്, അങ്ങനെ ഇനി എങ്ങനെയാണ് അഖിലിന്റെ പോക്കറ്റ് കാലിയാവാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ അതിനകത്ത് കയറാൻ പോണ. ബേസിക്കലി ഈ ഒരു വ്ളോഗിൽ നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് വീട് വെച്ചവർക്ക്, അല്ലെങ്കിൽ ഇപ്പൊ വീട് കുറച്ചുകൂടെ റെനോവേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, അവരൊക്കെ നോക്കുന്നുണ്ടാവും നല്ല നല്ല ന്യൂ മോഡൽസ്. അപ്പോൾ നമുക്ക് ആക്ച്വലി എന്താ പറയുക, ഇപ്പോൾ വുഡ് കൊണ്ടുള്ളതിൻ്റെ മിക്ക പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം. അതായത് ഈ ചെതലരിക്കുക, അല്ലെങ്കിൽ കുറേ നമുക്ക് കുറച്ച് ഈർപ്പം അടിക്കുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ സ്റ്റീലോടുള്ള നമ്മുടെ കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീല്, അത് നമുക്ക് ഒരു വീട്ടിലേക്ക് ഓരോ റൂമിലേക്ക് ആവശ്യമായ എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. ഇപ്പോൾ കിച്ചൺ മാത്രമല്ല, നമുക്ക് റൂമിലേക്ക് വാർഡ്രോബ്, TV യൂണിറ്റ്, ബെഡ് കോഡ്സ്, ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ, സോഫ, കൈൻഡ് ഓഫ് എല്ലാ പ്രൊഡക്ട്സും നമ്മളിപ്പോൾ ആഡ് ചെയ്തു. കുറച്ച് പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞാൻ. അത് നമുക്ക് ഈ മാസം ഡിസംബറിൽ തന്നെ ഏകദേശം അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിതിപ്പോ ഒരു കിച്ചൺ ഒരു മോഡലിലാണ് അപ്പൊ ഞാൻ വന്ന് നിൽക്കുന്നത്. ഇതേപോലെ വേറൊരു കിച്ചണെ പോലെ ഞാൻ എല്ലാം കണ്ടു ആക്ച്വലി, ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത്. നമ്മളിപ്പോ പറഞ്ഞില്ലേ TV യൂണിറ്റ്, അത് വുഡൻ ഷെയ്ഡ് ആണ്. നമ്മുടെ ആക്ച്വലി ഇതാണല്ലേ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി വുഡിൽ തുടർന്ന ഒരു സെയിം ആ ഫീൽ തന്നെയാണ്. സ്ട്രക്ചർ അങ്ങനെയാ കൊടുത്തേക്കുന്നത്, സ്റ്റീലാണ്. ഓ, അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. 4 വുഡൻ ഷെയ്ഡ്സ് വരുന്നത്. 4 വുഡൻ ഷെയ്ഡ്. ഇപ്പം നിങ്ങൾക്ക് ആക്ച്വലി വുഡ് ഫിനിഷ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതും നമുക്ക് ചെയ്ത് കിട്ടും. അതേ ആക്ച്വലി വുഡിന്റെ സെയിം ഫീലാണ് കേട്ടോ. നമുക്ക് തൊട്ട് നോക്കുമ്പോഴും നമുക്ക് ആക്ച്വലി ആ ഒരു ടെക്സ്ചറാണ് ഫീൽ ചെയ്യണത്. പിന്നെ അല്ലാത്ത കളേഴ്സ്, പേസ്റ്റൽ കളേഴ്സ്, ഡാർക്ക് ഷെയ്ഡ്സ് അല്ലേ, 40+ കളർ ഷെയ്ഡ്സ് ഉണ്ട്. അത് കൂടാതെ കസ്റ്റമർക്ക് ഒരു സ്പെസിഫിക് കളർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക റാൽ ഷെയ്ഡ്സ്, റാൽ ഷെയ്ഡ്സ് സെർച്ച് ചെയ്തിട്ട് ആ ഒരു 4 ഡിജിറ്റ് നമ്പർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫാക്ടറിയിൽ ചെക്ക് ചെയ്തിട്ട് അത് നമുക്ക് ആഡ് ചെയ്യാൻ നോക്കാം. TV യൂണിറ്റ് ഇതൊരു ടൈപ്പാണ്. നമുക്ക് ഡിഫറെന്റ് മോഡൽസിൽ നമുക്ക് ചെയ്യാം, പല മോഡലിൽ നമുക്ക് ചെയ്യാം. ഡെക്കറേറ്റീവ് എലമെന്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും TV യൂണിറ്റ്. ഇവർക്ക് ആക്ച്വലി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേട്ടോ ബ്രാഞ്ച്, അത് എടുത്ത് പറയണം. ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാർ ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോടുള്ളവരുടെ ബ്രാഞ്ചിലാണ്. ആക്ച്വലി ഇവർക്ക് ഇവിടെ മാത്രമല്ല കേരളത്തില് ഇപ്പോൾ കണ്ണൂർ വരുന്നുണ്ട്, ഇപ്പോൾ കോഴിക്കോട് ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തൃശ്ശൂരുണ്ട്, കുന്നംകുളത്തുണ്ട്, അതുപോലെ തന്നെ കുട്ടനല്ലൂരുള്ളത് നമുക്കിപ്പോൾ പൂച്ചട്ടിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ചെയ്ത് അങ്കമാലി, പിന്നെ വൈറ്റില, അതുപോലെ തന്നെ വൈപ്പിനിൽ വരുന്നുണ്ട്, മൂവാറ്റുപുഴ വരുന്നുണ്ട്, ട്രിവാൻഡ്രം വരുന്നുണ്ട്, കൊട്ടാരക്കര വരുന്നുണ്ട്, ചങ്ങനാശ്ശേരി, പാല, എല്ലായിടത്തും ഷോറൂം വരുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലത്തുണ്ട്. അതാണ് ഇവ മാത്രമല്ല നമുക്ക് പാൻ ഇന്ത്യ വരുന്നുണ്ട്. ഞാൻ പറയാൻ ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ പോലും ബാംഗ്ലൂർ വരുന്നുണ്ട്, ചെന്നൈ വരുന്നുണ്ട്, ഡൽഹി, ഹൈദരാബാദ്, എല്ലായിടത്തും. ഇപ്പൊ നമ്മള് ദുബായില് പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മള് എവറി പർച്ചേസ് നമ്മളെ പ്രൊഡക്റ്റ് ആ പ്രൊജക്ട് ഹാൻഡിങ് ഓവർ സ്റ്റേജിൽ നമ്മൾ കസ്റ്റമർ ഓണർ ചെയ്തുകൊണ്ട് ഒരു ട്രീ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സർട്ടിഫിക്കറ്റ്. നമ്മൾ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കസ്റ്റമർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയാണ് ആ ട്രീ പ്ലാന്റ് ചെയ്തത് എന്ന് കൂടി അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റും കൂടിയാണ് നമ്മുടെ ഡൈനിങ് ടേബിളും സോഫയും എന്ന് പറഞ്ഞു. സോ ഡൈനിങ് ടേബിൾ സ്പെഷ്യലാണ്. ഒരു പ്രൊഡക്റ്റ് അല്ല, കുറച്ച് പ്രൊഡക്റ്റുകൾ പുതിയതായിട്ട് ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ സോഫ, ഡൈനിങ് ടേബിൾസ്, അതുപോലെ തന്നെ പാർട്ടീഷൻസ്, അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ ഇപ്പോൾ ഡിസംബർ മാസം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കുറേ കസ്റ്റമറുടെ പല അഭിപ്രായങ്ങൾ നമ്മൾ കണക്കിലെടുത്ത് അതിൻ്റെതായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ സോഫ ഇതിൽ ആഡ് ചെയ്യുന്ന കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഫാബ്രിക് ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സേഫ് ആണ്, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും. ഞാൻ പറഞ്ഞു അവിടെ നമ്മളൊരു കിച്ചന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടു. ഇതാണ് വേറെ ഒരു കിച്ചൺ. എനിക്ക് ഇത് ഭയങ്കര ക്യൂട്ട് കിച്ചനെ പറഞ്ഞില്ലേ, ലൈക് പേസ്റ്റൽ കളേഴ്സ്, ടർക്കോയ്സ് ബ്ലൂ ആണ് ഇതിന്റെ കളർ തീം വെച്ചേക്കുന്നത് അല്ലേ. ഇതിന്റെ ഹാൻഡിൽ നമ്മളവിടെ കണ്ടത് ഹാൻഡിൽ വരുന്നുണ്ടായിരുന്നു. ഇത് വരുമ്പോ ജി പ്രൊഫൈലാണ് വരുന്നത്. ഓക്കെ, ഓ നൈസ്. ഇതിന്റെ ഉള്ളിലും നമ്മളിപ്പോ ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ജിഎൽ എപ്പോക്സി കോട്ടഡ് ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഇൻസൈഡ് ഈ ഡ്രോയേഴ്സ് ഒക്കെ വരുന്ന പോർഷനൊക്കെ സ്റ്റാൻഡേർഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയായിരിക്കും. ഇതിന് സ്ക്രാച്ച് വരാനുള്ള സാധ്യത ഇല്ല. ഇത് ഈ കോട്ടിംഗ് ഒക്കെ നമ്മള് ഹൈ ടെമ്പറേച്ചർ ഡിഗ്രിയിൽ വലിയൊരു ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നതോ. അതുകൊണ്ട് നമുക്കിപ്പോ വാഷിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊ കാർ വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്താൽ ഒരു പ്രശ്നമില്ല. അത് നമ്മൾ സ്റ്റീം ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഫുള്ള് ഓ, ഇത് ഹീറ്റ് ആയിട്ടുള്ള സ്റ്റീമാണ് കേട്ടോ. അതെ അതെ അതെ. ആക്ച്വലി പറയും വേപ്പറൈസർ ക്ലീനിങ് എന്ന് പറയും. വേപ്പറൈസർ ക്ലീൻ, അത് ചെറിയ ചെറിയ ബാക്ടീരിയാസ്, ചെറിയ ഫംഗീസ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും വിത്തൗട്ട് കെമിക്കൽസ്. ഒരു കെമിക്കൽസും ഇതിൽ യൂസ് ചെയ്യണ്ടെന്നുള്ളതാണ്. അത് നാച്ചുറൽ ആയിട്ട് നമുക്കത് ക്ലീൻ ആയിട്ട്. അതെ അതെ അതെ. ഏതൊരു പോയിന്റിലായാലും അത് സ്റ്റീം വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ വീണ്ടും പുതിയതായിട്ട് നമുക്ക്. അതെ, അത് ഇന്നെ പാട്ടുന്നില്ല, ഫുൾ പ്രൊഡക്റ്റ് നമ്മൾ അതുപോലെ വാഷ് ചെയ്ത് കണ്ടതാണ്. കിച്ചണിലാവുമ്പോ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ആലോചിക്കാൻ നമുക്ക് ഇങ്ങനെ എണ്ണമയം പറ്റുക അല്ലേ. പിന്നെ അതുമല്ലാണ്ട് ഇപ്പൊ ഈ കുക്കറിന്റെ സ്റ്റീം അങ്ങനെയൊക്കെ അടിക്കുമ്പോൾ ഇത് ഫെയ്ഡ് ആവോ, ഇതിലെന്തേലും ആവോ. ഡയറക്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ക്ലീൻ ചെയ്യുന്ന പ്രോസസ് ആണെങ്കിലും ഇതേപോലെ മെയിൻ്റെനൻസ് സിമ്പിൾ ആണ് നമുക്ക് അല്ലേ. അതെ, നമ്മുടെ യൂണിറ്റ്സ് കംപ്ലീറ്റ് നിൽക്കുന്നത് ലെഗിലാണ്. ഓക്കെ, അപ്പോൾ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂണിറ്റ്സിന് താഴെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ലെഗിനെ കവർ ചെയ്തിട്ട് നമുക്ക് സ്കേർട്ടിങ് കൊടുക്കുന്നുണ്ട്. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയായിരിക്കും. അത് ഏത് ഫുൾ എസ് എസ് ആയാലും ജിഎൽ എപ്പോക്സി കോട്ടഡ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ലെഗ് കംപ്ലീറ്റ്ലി എസ് എസ് ആയിരിക്കും. നമുക്ക് അത് റിമൂവ് ചെയ്യുന്ന തരുൺ ഒന്ന് ജസ്റ്റ് അതുപോലെ നമുക്ക് ഓരോ സ്കേർട്ടിങ്സ് നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്ക് അതിനകത്ത് ക്ലീൻ ചെയ്യാനും പറ്റും. അതെ അതെ. ഇതിപ്പോ ഇൻഡിവിജ്വലി ആണ് കൊടുത്തത്. ഓരോ യൂണിറ്റ്സിന് താഴെയും സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ഒറ്റ സ്കേർട്ടിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പൊ ആക്ച്വലി എന്നെ അഖിലിന് പ്രത്യേകിച്ച് അഖിലിനെ പോലെ ഈ ക്ലീൻ ഫ്രീക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഉപയോഗമാണ് കേട്ടോ. നമുക്ക് എവിടെ മുക്ക് മൂല വരെ വൃത്തിയാക്കാന്നാണ് പറയുന്നത് അല്ലേ. അതാ പറഞ്ഞ കംപ്ലീറ്റ്ലി സ്റ്റീലാ വരുന്നത്. ആ സീറോ വുഡ് ആണ്, സീറോ പഫ് ആണ്. ഉള്ളിൽ നമ്മള് മറ്റേ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ഇതിലൊക്കെ കണക്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ വികസിച്ച് വരുന്ന അങ്ങനെയുള്ള കൈൻഡ് ഓഫ് സംഭവം ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. സ്റ്റീലിന്റെ തന്നെ സ്റ്റിഫ്നെസ് ആണ് ആഡ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഇത് ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ. അത് പുൾ ഡൗൺ ആക്സസറി ആണ്. ആക്ച്വലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കാരണം ഇങ്ങനത്തെ ഒരു പരിപാടി. ഇതും നമ്മള് ചെയ്യുന്ന പരിപാടിയാണല്ലേ. ഇവിടെ കാണുന്നൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി. എനിക്ക് ഇതെല്ലാം ഉപരി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീ പ്ലാന്റ് ചെയ്യുന്ന പരിപാടിയാണ്. അത് ഭയങ്കര ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മൾ ഇപ്പം ഒബ്വിയസ്ലി ഇവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം അവരെ ഓരോ പർച്ചേസിന് ശേഷം ഇവരായിട്ട് തന്നെ ഒരു ട്രീ അതിൻ്റെ ഒരു മെമ്മറിയിൽ കസ്റ്റമർ ഓണർ ചെയ്തുകൊണ്ട് നമ്മൾ ട്രീ അതെ അത് പ്ലാൻ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വെരി തോട്ട്ഫുൾ അല്ലേ. ഇപ്പൊ നമ്മൾ ജീവിതത്തിൽ ആരും ശരിക്കും ഒരു മരം നടുണ്ടോ ചോദിച്ചാൽ അത് ഇല്ലാതെ തന്നെ ആയിരിക്കും പറയേണ്ടത്. അപ്പൊ നമ്മുടെ എൻവയോൺമെന്റിനും ഇപ്പൊ ഇവരുടെ ഓരോ പ്രോഡക്ട്സും ആക്ച്വലി ഈക്കോ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ നമ്മൾ ഇവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഡോർ ഹാൻഡിൽസ് അല്ലെങ്കിൽ ഓരോ ഡോർസ് ഡ്രോഴ്സ് ഇതൊക്കെ ചെയ്തിട്ടുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പം ഈ ഒരു പരിപാടിയാണ് നമ്മൾ ഷട്ടറൊക്കെ തുറക്കണ പോലെ
നമ്മുടെ ദൃശ്യത്തിലെ ലാലേട്ടൻ്റെ കണ്ണിങ്ങനെ കാണും. ഇങ്ങനത്തെ അതൊരു നല്ല രസമുണ്ട് ആ ഒരു പരിപാടി. നമുക്ക് പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷന് ഭയങ്കര രസമുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പം നമുക്കൊരു ഐഡിയ ഇല്ല ഏത് കളറിന്റെ കൂടെ മാച്ച് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവർ അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യും അല്ലേ, നമ്മൾ ഏത് കളറാണ്. ആദ്യം പറഞ്ഞ പോലെ നമുക്ക് 40+ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്, 40 അല്ല 50+ വരുന്നുണ്ട്. നമുക്ക് ഒരു സ്പെസിഫിക് കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ പോലെ നമുക്ക് റാൽ ഷീറ്റ്സ് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇങ്ങനത്തെ കുട്ടി കുട്ടി സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കണ്ടോ മോപ്പിംഗ് യൂണിറ്റ് നമ്മൾ വീട്ടിലാണെങ്കിൽ മറ്റേ ചുമരിന്റെ സൈഡിൽ തൂക്കിയിടുമായിരുന്നു. തൂക്കിയിടല്ല, ചുമരിന്റെ സൈഡിൽ ചാരി വെക്കുന്ന പരിപാടി ഇത്ര മനോഹരമായിട്ട് ഇവിടെ ചെയ്തിട്ടത് ഞാൻ ഭയങ്കര ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ഭയങ്കര എന്താ പറയാ യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലേ. ഇത് വേറെ കുറച്ചുകൂടെ ഒരു മോണോക്രോം അങ്ങനെയൊക്കെ ഒരു ക്ലാസി വൈബ്. അത് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു ചീക്കി വൈബാണ്. ഇത് ഒരു ഹാൻഡിൽലെസ് മോഡലാണ്. ഹാൻഡിൽ പ്രൊജക്ഷൻ ഒന്നുമില്ല. നമ്മളിപ്പോ ഇവിടെ കണ്ടില്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഈ വാൾ മൗണ്ട്സ് കണ്ടില്ലേ, ഇതിൽ ഹാൻഡിൽ വരുന്നില്ല. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് അതിൽ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ, ഗോല പ്രൊഫൈല് ഗോല വരുന്നത്. തോട്ടാലേ പക്ഷെ കാണുമ്പോ അതിന്റെ ഒരു വൃത്തിയാണ്. ഹാൻഡിൽ പ്രൊജക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി ഒരു നീറ്റ് ഫിനിഷ് ആയിട്ട് തോന്നുന്നു. ഓക്കെ, ഇതിന്റെ അടിയിലാണ് അത് നമ്മളിങ്ങനെ ആക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോഴത് പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചു ഇതിൽ ഹാൻഡിൽ ഇല്ലല്ലോ എന്നുള്ളത്. ഇതെല്ലാം അങ്ങനെയാണല്ലേ. ഓക്കെ, നമ്മളിത് ഇത് പിടിക്കുക, ഇതിങ്ങനെ വരയ്ക്കുക. അവിടെ അനുസരിച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാവ്, അടിപൊളി. ഇതൊക്കെ പാൻട്രി യൂണിറ്റ്സ് ആണ്. നമുക്ക് ഇതുപോലെ ആക്സസറീസ് കാര്യങ്ങൾ ആഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ. ഇതിലൊക്കെ എന്ത് നേരത്തെ ചോദിച്ചില്ലായിരുന്നു, ഇതൊക്കെ ഒറിജിനലാണ്. ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. എനിക്ക് ആൾക്കാർ കമന്റിൽ പറയും ഇവർക്ക് എവിടെ പോയാലും തിന്നലാണുള്ള പരിപാടിയെന്ന്. അതല്ല, ഞാൻ ഇങ്ങനത്തെ ഒക്കെ കബോർഡ് ആക്ച്വലി നമ്മൾ സീരീസിൽ വെബ് സീരീസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ച് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. നമ്മൾ വീട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല, ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട്. ഇതും ആക്ച്വലി മൂവ് ചെയ്യും അല്ലേ, നമുക്ക് അത് മുമ്പിലോട്ട് വരും. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പാട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അലൈൻ ചെയ്യാം. അപ്പൊ എനിക്ക് ആക്ച്വലി ഇപ്പൊ ഈ ഒരു സാധനം ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഹോളിൽ ഫിക്സ് ചെയ്യാം, ഇവിടെ ഫിക്സ് ചെയ്യാം. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് അലൈൻ ചെയ്ത് വെക്കാം. കൂടുതൽ ഇത് വേണമെങ്കിൽ കൂടുതൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലേ. പൊളി. ഈ ഒരു ടോളി യൂണിറ്റിനെ പറ്റി നമുക്ക് ഇപ്പോൾ ബിൽറ്റിൻ ഇപ്പോൾ മൈക്രോവേവ് ഓവൻ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ബിൽറ്റിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസിലൊക്കെ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഡോർ റിമൂവ് ചെയ്യാം. ആ ബിൽറ്റിൻ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അതെ, അതൊരു ബിൽറ്റിൻ ആയിട്ടായിരിക്കും ഇത് ചെയ്യാം. താഴെ OTG ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മൈക്രോവേവ് ഓവനും OTG ആഡ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് അത്. നമുക്ക് അതല്ല ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. അതെ, നൈസ്. വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ഡ്രോ ഞാൻ കുറെ നേരം ഇത് പിടിച്ച് തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് മാജിക് കോർണർ ആണ്. ഓക്കെ, ആക്ച്വലി ആ കോർണർ സ്പേസ് യൂസ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര, അതായത് നമ്മുടെ ഒരു കോർണർ സ്പേസ് ഭയങ്കര യൂസ്ലെസ് ആയിട്ട് പോവാറുണ്ട്. പിന്നെ മിക്ക സാധനങ്ങളും ഡംപ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന പരിപാടി ഉണ്ട്. പക്ഷെ ഇത് ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ. അത്രയും പാട്ടുള്ളത് 4 പോർഷൻ ആയിട്ട് വരുന്നത് നമുക്ക് നീറ്റ് ആയിട്ട് നമുക്ക് ആ കോർണർ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുള്ള. വാവ്, നൈസ്. ഇത് നമ്മൾ അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫിറ്റ്മെന്റ്സ് ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഹിഞ്ചസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 ഗ്രേഡ് നമ്മളുടെ തന്നെ ഹിഞ്ചസ് ആണ്. ബെത്ലഹേമിന്റെ തന്നെ ഹിഞ്ചസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. വേറൊരു ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കുറെ മറ്റുള്ള മെറ്റീരിയൽസിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് കസ്റ്റമേഴ്സ് പറയുന്നത് ഡോർ തൂങ്ങി പോവുക, അതുപോലെ സ്ക്രൂസ് ഒക്കെ ലൂസ് ആയി കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യാതിരിക്കുക. ഇത് നമുക്ക് ഇതിൽ സിസ്റ്റം ഇത് കണ്ടു നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒന്നാമത് ഡിസ്പാനിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കി, അത്രയും വെയിറ്റ് ഉണ്ട്. അത് ഈ 2 ഇഞ്ചസിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ക്ലിപ്പ് വരുന്നത്. ഈ ഒരു പോയിന്റ് ഇതിൽ കണക്ട് ചെയ്യുക, പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രധാന ഘടകം അതല്ല, ഇതാണ് ഇതിൽ ആഡ് ചെയ്യുന്ന. നോർമലി നമ്മൾ ജസ്റ്റ് സ്ക്രൂ ആൻഡ് ടൈറ്റ് അല്ല, ഇതില് നമ്മൾ നെറ്റ് ഇൻസെർട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ട് ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ്. ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്, മെറ്റലാണ്, അതുകൊണ്ടൊന്നും പേടിക്കാല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിന്റെ ഇപ്പൊ വിന്റേജ് കാർ ഇഷ്ടമുള്ള അല്ലെങ്കിൽ വിന്റേജ് കാർ ഉള്ള ആൾക്കാരുണ്ട്. ഞാൻ ആലോചിച്ചു ഇത്ര പഴയ കാറാണ്, പക്ഷെ അതിന്റെ മെറ്റലാണല്ലോ യൂസ് ചെയ്യുന്നത്. എത്ര കാലം അത് മറ്റേ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതെന്നല്ല. അത് പുറത്തോടണമെങ്കിൽ ഇത് അകത്താണ് ഓടേണ്ടത്. ഞാൻ ഇത്രയും നേരം ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചതും ഈ ഒരു ഓരോ മോഡൽസിനെ പറ്റി സംസാരിച്ചതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ആക്ച്വലി ഒരു പോസ്റ്ററാണ് എൻ്റെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തത്. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുള്ള കാര്യം ഇതാണ്. അതായത് കേരളത്തിൽ പൊതുവെ ഫ്ലഡ് കൂടുതലാണ്, ഇത് കുറേ ഫയർ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഫർണിച്ചേഴ്സ് കാര്യങ്ങൾ ഇതിന്നൊക്കെ ഫയർ, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ നിന്ന് അങ്ങനെ ഫയർ പിടിച്ച് വീട് മൊത്തം കത്തി നശിച്ച് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ചിലപ്പം വേർപ്പെടുന്ന ഒരു അവസ്ഥ വരും. ആൻഡ് ഇത് ബെത്ലിവിംഗ് യൂസ് ചെയ്യുന്ന ഒരു അഡ്വാൻസ് സോഫ്റ്റ്വെയർ ആണ്. They provide design and quotation in 5 minutes
ലൈവായിട്ട് നമുക്ക് നമ്മുടെ ബെഡ്റൂം ഓർ കിച്ചൺ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഒറിജിനൽ ഐഡിയ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ബെത്ത് ലിവിംഗ് നമുക്ക് കാണിച്ചു തരുന്നതാണ്, ഈവൻ ഇഫ് യു ആർ അബ്രോഡ്. നമ്മളിപ്പോൾ ഇത് കണ്ടത് കൂടാതെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ പ്രീമിയം റേഞ്ച് ഓഫ് പ്രൊഡക്ട്സും കൂടി നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഫിനിഷ് ആണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്, അതുപോലെ തന്നെ GA എപ്പോക്സി കോട്ടിംഗ് ഉണ്ട്, നമുക്കിനിപ്പോൾ ലാക്വേർഡ് ഗ്ലാസ്, അങ്ങനെ പല ഓപ്ഷൻസുകൾ എന്ത് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ അത് ആഡ് ചെയ്യുന്നുണ്ട്. അതെ, അതായത് ഗ്ലാസ്സിൽ ഇപ്പൊ നമുക്ക് ഇതേപോലത്തെ ഫ്രെയിമിൽ ഇപ്പൊ കണ്ടില്ല, ഇതൊരു ടൈപ്പ് ഓഫ് ഗ്ലാസ്. അതെ, ഗ്ലാസ് ഡോസ് നമുക്കിപ്പോ വിക്ടോറിയൻ ഗ്ലാസ്, ഇപ്പൊ അതുപോലെ തന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ്, അങ്ങനത്തെ പല ഫിനിഷുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താ പറയാ, ഡോസ് ആയാലും എന്തായാലും കബേർഡ്സ് എന്താണെങ്കിലും അത് അവൈലബിൾ ആണെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ വേറെ ഭയങ്കര എനിക്ക് ആക്ച്വലി ത്രില്ലിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവമായിട്ട് ഇവിടുത്തെ ടേബിള് ഇത്രയും കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ആണ് ഇവരിതിൽ കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്, ഇറ്റ്സ് സ്റ്റിൽ സ്പാർക്ലിംഗ് വിത്തൗട്ട് എനി ഹാസൽ. വാവ്, ജസ്റ്റ് റിവ്യൂ, ജസ്റ്റ് ഒരു ഡിഫറെന്റ് ആയിട്ടൊരു സംഭവം ചെയ്യാലെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെന്നുള്ളൂ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും ആൾക്കാര്, പിന്നെ എത്ര ഇപ്പൊ ഈ അറൗണ്ട് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും വന്ന് പോയിണ്ടാവും, എത്ര മരങ്ങൾ ഇപ്പൊ ആക്ച്വലി നമ്മളിപ്പോ പാൻ ഇന്ത്യ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 13,000 പ്ലസ് ഇപ്പോൾ വർക്കുകൾ ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇംപ്രസീവ്. പല ടൈപ്പിലുള്ള ഡോർസ്, പല ടൈപ്പിലുള്ള ഡോർ ഹിഞ്ചസ്, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കിച്ചൺ മാത്രമല്ല, വേറെ നമുക്ക് റൂമിലേക്ക് കോട്ട്, സ്റ്റോറേജ്, കുറെ ഐറ്റംസ്, ബെഡ്റൂമിലേക്കുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? സോ ഇതൊരു കിഡ്സ് ബെഡ്, അങ്ങനെയാണ്. മോസ്കിറ്റോ നെറ്റ് ഇടാൻ പറ്റുന്ന കിഡ്സ് ബെഡ് വല്ല. ഈ ഹോസ്റ്റലിലൊക്കെ കാണും ഇങ്ങനത്തെ. ഹോസ്റ്റലില് നമുക്ക് വീട്ടിലേക്ക് എവിടേക്കായാലും ഇത് ചെയ്യും. ഇപ്പോഴത്തെ അറിയാലോ, സിറ്റീസിലൊക്കെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം അതാണ്. അതെ, കൊതു സത്യം. ഇപ്പൊ നമ്മൾ പക്ഷെ വുഡിലാണ് നമ്മൾ ഈ മോസ്കിറ്റോന്റെ ഈ നെറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ കണ്ടേക്കുന്നത്, വുഡിന്റെ മറ്റേ പാനലൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇത് ആക്ച്വലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെ ആ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും. GA സ്റ്റീലില് എപ്പോക്സി കോട്ടിംഗ് ആണ് ഇത് വരുന്നത്. ഓക്കെ. അപ്പം ഇതും ഇങ്ങനത്തെ പരിപാടികൾ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യാം. ആക്ച്വലി ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നേരത്തെ കുട്ടികളുടെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഇതിലേക്ക് ബങ്ക് ബെഡ് നമുക്ക് ആഡ് ചെയ്യാം. ഓ അതെ, 2 ബെഡായിട്ട്. അതെ, അതാണ് ഞാൻ ആലോചിച്ചത്. അതും ചെയ്യാം. അടുത്തത് ബെസ്റ്റ്. ഹലോ, നമ്മള് കഴിഞ്ഞു ആണല്ലേ? ഇതൊക്കെ പറഞ്ഞ ബെഡാണ് കേട്ടോ. ആള് കിടക്കണ കണ്ട്. അപ്പൊ ഇക്കണ്ട കബോർഡ് കാര്യങ്ങളൊന്നും വാങ്ങണ്ടേ? എന്തിനാ വന്നത്? അവിടെ വന്ന് കിടക്കണ ഇത്ര നേരം. ഞാന് ചേട്ടന്റെ അടുത്ത് എങ്ങനെയാണ് എന്തായാലും അഖിലിന്റെ പൈസ പൊട്ടിക്കണേ. അതെ, ഇപ്പൊ ഞങ്ങൾ ആ കബോർഡ് വാങ്ങിയത് ഫ്രീ ആയിട്ട് തരുമോ? എവിടെ പോയാലും പൂജക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണല്ലോ. പറഞ്ഞ പോലെ ഇതൊക്കെ നമ്മുടെ തന്നെ കേട്ടോ. അതെ, എനിക്കിത് ഭയങ്കര നല്ല രസമുണ്ട് ആക്ച്വലി. സ്പ്രിംഗ് ടൈപ്പ് മാട്രസസ് വരുന്നത് അത്യാവശ്യം സ്മൂത്താണ്, കണ്ടില്ലേ? സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് എനിക്ക് കാണിച്ചു തരുമോ? അത് എത്രത്തോളം? അതെ സുജേഷ്, കംപ്ലീറ്റ്ലി നമുക്ക് ഫുൾ സ്പേസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളതാ. ഇത് നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പൊ ഇതിന്റെ മേലെ അത് പോകുന്നില്ല, അത് പോവില്ല. ഓ, ഇതിന്റെ അടിയിൽ, അതായത് ഇപ്പൊ നമുക്കിപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ സേഫ് ആയിട്ട് നിന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാം. നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് മുകളിൽ കിടക്കാലോ. അതെ, പൈസയുടെ വില കിടന്നു തുടങ്ങി നമുക്ക് പറയാം. അതെ, അങ്ങനെയും പറയാം. അതെ, വാവ്, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോ പുള്ള് ചെയ്തു അങ്ങനെ ചെയ്ത് നമുക്കിപ്പോ ഓട്ടോ കൺട്രോൾഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലും ചെയ്യാം. ഇനി ശരീരം അനങ്ങാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ട് മതി. ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നല്ലേ, അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ എങ്ങനെ നമ്മൾ തിരിച്ച് ഇത് വെറുതെ പുഷ് ചെയ്താൽ മതി. ഓക്കെ, ആണല്ലേ? പയ്യെ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കബോർഡ്സ്, സ്ലൈഡിങ് കബോർഡ്സ്. ആക്ച്വലി മാക്സിമം സ്റ്റോറേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നിട്ടോ. ഈച്ച് ആൻഡ് എവറി സ്പേസ് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്ക് തോന്നണില്ല ബാക്കിയുള്ള മെറ്റീരിയൽസിൽ ഇത്രയും പോസിബിലിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇതിപ്പോ ഓപ്പൺ സ്പേസ് നമുക്ക് ഇതിലിപ്പോ ഷെൽഫ് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. വെർട്ടിക്കലി, ഹൊറിസോണ്ടലി എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര വലിയ സ്പേസ്. ഇത് നമുക്ക് ഇതുപോലെ ഇതിന്റെ ക്ലോസിംഗ് ആയാലും ഓപ്പണിംഗ് ആയാലും ക്ലോസിംഗ് ആയാലും എല്ലാം സോഫ്റ്റ്. നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തില്ലേ, ഓക്കെ,
ഇപ്പോൾ ക്ലോസിങ് ആയാലും എല്ലാം സോഫ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തായാലും സോഫ്റ്റ് ആണ്, ക്ലോസ് ചെയ്യുന്ന ടൈമിലായാലും സോഫ്റ്റ്. ആക്സിഡന്റലി നമ്മുടെ കയ്യിൽ ഇടിക്കുക അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവില്ല. അത് ഭയങ്കര സേഫ്റ്റി. അതുപോലെ തന്നെ ലോഫ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലോഫ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പൊ സ്ലൈഡിംഗ് പോർഷൻ ഈ ഒരു ഏരിയ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലോഫ്റ്റ് ആഡ് ചെയ്യാം. ഇതിനൊക്കെ ഇപ്പൊ ഏകദേശം എത്ര എമൗണ്ട് വരും? ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ? അതെ, ഇതൊക്കെ ഓരോ യൂണിറ്റ് അനുസരിച്ചിട്ടാണ് എന്റെ റേറ്റ്. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളുടെ കിച്ചൺ ആയാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും നമ്മളുടെ റിക്വയർമെന്റ്സ് എന്താണോ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മൾ പ്ലേസ് ചെയ്യുന്ന മൊഡ്യൂൾസ് എന്താണോ മൊഡ്യൂളിനാണ് എന്റെ കോസ്റ്റ് വരുന്നത്. പിന്നെ ഫിനിഷ് ഇത് മുകളിൽ കണ്ടില്ലേ, അതൊക്കെ UV പ്രിന്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈ റെസൊല്യൂഷൻ പിക്ചർ ഏത് തന്നാലും ആ പിക്ചർ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പിക്ചർ നമ്മുടെ ബെഡ്റൂമിൽ നമ്മളുടെ പിക്ചർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പിക്ചർ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. വേറെ ഫ്രെയിം ഒന്നും ഉണ്ടാക്കണ്ട, ഇതിലെന്ത് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതാണ് വേറെ വുഡ് ഫിനിഷ് പോലത്തെ അടുത്ത കബോർഡ് അല്ലേ? ഇത് കോഫി ബ്രൗൺ ആണ് ഫിനിഷ് വരുന്നത്. ഇത് നമുക്കിപ്പോ ഹാൻഡിൽ വരുന്ന മോഡലാണ്. നമുക്ക് പുതിയ പ്രൊഡക്ട്സ് ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഇത് ഹാൻഡിലുള്ള മോഡല്, അതുപോലെ സങ്കൻ ഹാൻഡിൽ വരുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞാൽ ഒരു ചെറിയ പോർഷൻ നമുക്ക് ഹാൻഡിലില്ല, ഹാൻഡിൽലെസ് ആയിട്ടുള്ള മോഡൽ. അപ്പോൾ അതുപോലെ സങ്കൻ ഹാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ ബിൽട്ടിൻ ആയിട്ടുള്ള ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ ബിൽട്ടിൻ ആയിട്ട് ചെയ്യാം, ഹാൻഡിൽ ഉണ്ടാവില്ല. അതൊക്കെ ഈ മാസമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതാണ് ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ പുറത്ത് ട്രാവൽ ചെയ്തപ്പോൾ ഒരുപാട് ഈ കബോർഡുകളായാലും കുറേ ടേബിൾസ് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ സംഭവം കണ്ടപ്പോൾ ഇതെവിടെയാണ് ന്യൂ മോഡൽ എനിക്ക് കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. സോ ഇവിടെ ഞാൻ വന്നപ്പോൾ എന്നെ മൈൻഡ് ബ്ലോയിങ് ചെയ്യിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അത് മാത്രമല്ല കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതും. പിന്നെ ഇത്രയും കസ്റ്റമേഴ്സ് ഇറക്കുന്നുണ്ടെങ്കിൽ ഇപ്പം 13,000+ കസ്റ്റമേഴ്സ് ഇറക്കുന്നുണ്ടെങ്കിൽ അത്രയും ട്രസ്റ്റബിൾ ആയിട്ട് എന്താ പറയുക ഇവരെ കൺസൾട്ട് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എന്താ തോന്നണു? ആണല്ലേ? ആണല്ലേ? അപ്പോൾ എന്തൊക്കെയാ വാങ്ങണത്? എന്തൊക്കെയാ എന്തായാലും ബെഡ് എനിക്ക് വേണം. അതിന് 24 മണിക്കൂറും കടന്നുറങ്ങണ ഒരുത്തൻ. അതിനിപ്പോ ബെഡ് വാങ്ങി കഴിഞ്ഞാൽ അതിൽ കിടന്നു. അതെ, അതാണ് പോയി കിടന്നുറങ്ങിയെന്ന് തോന്നുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ. ഇപ്പം എന്റെ ഫോബിയക്ക്, അതായത് എനിക്ക് ഇത് എവിടെ കിട്ടും എവിടെയാണ് നല്ല ഡിസൈൻ എന്നൊക്കെയുള്ള ഒരു ഫോബിയാണ് എനിക്ക്. അതെനിക്ക് ഇവിടെ വന്നപ്പോൾ മാറി കിട്ടി. എനിക്ക് ഇനി ഇവിടെ നിന്ന് എന്തെടുക്കണം എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ട് ഞാൻ ബണ്ടിൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ബണ്ടിലിറ്റ്. അതെ, കസ്റ്റമർക്ക് ഡിഫറെന്റ് പ്രൊഡക്ട്സ് ബണ്ടിൽ ചെയ്യാൻ പറ്റും. മീൻസ് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, ആ ഒരു ഫിഗറിലെത്തുന്ന സമയത്ത് നെക്സ്റ്റ് ബണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കാൻ ഓഫർ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് പുറമെ വരുന്ന ഒരു കാര്യമാണ് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് ആ ഒരു വാല്യൂല് വരുന്ന സമയത്ത് നെക്സ്റ്റ് അത് ക്ലോസ് ടു നല്ലൊരു പ്രൈസിലേക്ക് ബണ്ടിലിറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഓവറോൾ ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത്. അപ്പോൾ അത്ര ഓവറോൾ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിൽക്കും. അത് അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ബെസ്റ്റ് ഓപ്ഷൻ, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ബെത്ത് ലിവിങ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ ലാഭിക്കണമെങ്കിൽ നമുക്ക് ഡിസംബറിൽ ഒരുപാട് ഓഫേഴ്സ് ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഷോറൂംസ്, അതായത് ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അടുത്തുള്ള ഷോറൂംസ് വിസിറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് പ്രോഡക്ട്സ്. ഇനിയിപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കാര്യം അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് ഡിസൈൻ, എങ്ങനെ വേണോ, ഏത് കളർ വേണോ, എന്ന് പറഞ്ഞ പോലെ ഇന്ന പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളതല്ല, എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. കിച്ചൺ മാത്രമല്ല, റൂമിലേക്ക് വാർഡ്രോബ്, TV യൂണിറ്റ്, ബുക്ക് ഷെൽഫ്, ക്രോക്കറി, നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ക്രോക്കറി യൂണിറ്റ് എല്ലാം വരുന്നുണ്ട്. A to Z കാര്യങ്ങൾ. ഒരു വീട്ടിലേക്ക് ഓരോ റൂമിലേക്ക് ആവശ്യം എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിസംബർ മന്ത് ഈ അഡ്വാൻസ് സീസൺ സെയിൽ, അതുപോലെ തന്നെ മാക്സിമം ബണ്ടിലിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റമറിന്റെ ബഡ്ജറ്റിലേക്ക് നമുക്ക് മാക്സിമം ഒതുക്കാൻ പറ്റും. അതെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാ ഇവരുടെ ഡീറ്റെയിൽസ്, എന്താ പറയുക, കോൺടാക്ട് നമ്പർ, കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പോരാത്തിന് ഇതേ ഞാൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡു കോൺടാക്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നല്ല, നിങ്ങൾ പിന്നീട് എന്നോട് താങ്ക് യു പറയും. ഓക്കെ, ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചാലോ ചേട്ടാ? പിന്നെന്താ പൊട്ടിക്കുക? എനിക്ക് വലിയ അറിവില്ല. ക്രിസ്മസ് ബെത്ത് ലിവിങ്ങിന്റെ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഉടനെ സെലിബ്രേറ്റ് ചെയ്യാം വിത്ത് ബെത്ത് ലിവിങ്. അപ്പൊ അത്രേ ഉള്ളൂ. Cheers.